CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് സെക്രട്ടേറിയറ്റിന് മുൻപിൽ പുഷപ്പ് സമരം നടത്തി. ലിസ്റ്റിൽ ഉൾപ്പെട്ടവരിൽ നിന്ന് നിയമനം നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു സമരം. റാങ്ക് ലിസ്റ്റ് കാലാവധി തീരാറായതോടെ ആശങ്കയിലായിരിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ. സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ 3 മാസം മാത്രം ശേഷിക്കെ 10,235 ഉദ്യോഗാർത്ഥികളാണ് സംസ്ഥാനത്ത് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ 3 മാസം ശേഷിക്കെ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടി പലവിധ സമരങ്ങൾ നടത്തിവരികയാണ് ഉദ്യോഗാർത്ഥികൾ. അവസാന ആശ്രയമായി റാങ്ക് പട്ടികയിലുള്ളവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പുഷപ്പ് സമരം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, PC വിഷ്ണുനാഥ് MLA തുടങ്ങിയവർ സമരത്തിന് പിന്തുണയുമായെത്തി. കേരളത്തിന്റെ മുഖ്യമന്ത്രി വേറെ ഏതൊരു വകുപ്പിനകത്ത് ആളുകളെ നിയമിക്കുന്നില്ല എങ്കിലും ഈ കേരളത്തിനകത്ത് പോലീസ് സേനയ്ക്കകത്ത് ആളുകളെ നിയമിക്കാത്തത് ആത്മവഞ്ചനയാണ് എന്ന് മാത്രമാണ് ആദ്യമേ തന്നെ സൂചിപ്പിക്കുന്നത്. 2023 ഏപ്രിലിൽ നിലവിൽ വന്ന സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് അർഹതപ്പെട്ട ജോലിക്കായി അപേക്ഷിക്കുന്നത്. വർഷാവസാനം നിയമനം നടന്നിരുന്ന തസ്തികയിൽ കോവിഡ് കാരണം പരീക്ഷാ നടപടികൾ പൂർത്തിയാവാൻ 4 വർഷം വേണ്ടിവന്നു. ദീർഘകാല നടപടിക്രമങ്ങളിലൂടെ നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ 7 ബറ്റാലിയനുകളിലായി 13,975 പേരെ ഉൾപ്പെടുത്തി. ആകെ 3,740 പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചത്. 26 വയസ്സുവരെ മാത്രം എഴുതാൻ കഴിയുന്ന ഒരു പരീക്ഷ കൂടിയായതിനാൽ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരിൽ പകുതിയിലധികം പേരും പ്രായപരിധി പിന്നിട്ടു. റാങ്ക് ലിസ്റ്റ് കാലാവധി കൂടി തീരുന്നതോടെ ഏകദേശം 10,000-ലേറെ ഉദ്യോഗാർത്ഥികൾ നിയമനമില്ലാതെ പട്ടികയിൽ നിന്നും പുറത്താകും. അതിനു മുന്നേ നിയമനം നടത്തി അർഹതപ്പെട്ട ജോലി നൽകണമെന്നതാണ് ഇവർ ഉന്നയിക്കുന്ന ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.